ഹലോ, അപ്പോൾ ഇന്നത്തെ ഷാജിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെ ഷാജിക്ക് കൊടുക്കണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം ഒരു ബൗളിൽ ഇഡ്ഡലി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഫോർമുല മിൽക്ക് ആഡ് ചെയ്തിട്ടാണ് അതൊന്ന് കുതിർത്തിട്ട് എടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഒരു 3 സ്കൂപ്പ് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ നേരെ ഇഡ്ഡലിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു 5 മിനിറ്റ് നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇഡ്ഡലി നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒഴിച്ച പാല് ഫുള്ള് അതിൽ നന്നായിട്ട് കുതിർന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്തിരി ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ഫോർമുല മിൽക്ക് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഷാജിക്ക് സാധാരണ കൊടുക്കൽ. കുട്ടിക്ക് ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ അല്ലെങ്കിൽ ഇപ്പം വെള്ളത്തിലാണെങ്കിലും നമുക്ക് ജസ്റ്റ് നല്ല കുതിർത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് തന്നെയാണ് ഇഡ്ഡലി ദോശയൊക്കെ. ഇതിപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടെടുക്കാമെങ്കിലും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇറക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ ഓവറായിട്ട് ഷാജിക്ക് മിക്സിയിൽ അരച്ച് കൊടുക്കാറില്ല. പക്ഷെ ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് അരച്ചിട്ടും കൂടി കൊടുക്കണതാട്ട കാണിക്കണം. പിന്നെ അങ്ങനെ 9 months ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ചട്നിയൊക്കെ കുറച്ച് ലൂസായിട്ടാക്കിയിട്ട് അതിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഡ്ഡലി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഷാജിക്ക് ഇപ്പോൾ 10 months ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെയും കൊടുക്കലുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.